ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസാണ് ട്ടോ കാണിക്കണത്. അപ്പോൾ റിവ്യൂസ് അല്ല, ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഒരു ചെറിയ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ട് നമ്മൾ നോക്കാമല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന സ്ക്രബാണ് കേട്ടോ. അതായത് നമ്മൾ ചേരുത്തുപ്പിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റബ്ബറിൻ്റെ സിലിക്കോൺ ടൈപ്പ് വന്നിട്ടുള്ള നമ്മളെ ചിക്കുത്തി ചീർപ്പൊക്കെ അല്ലേ, ചിക്കുത്തി ചീർപ്പ് എന്ന് പറയണവർക്ക് മനസ്സിലാവും, നമ്മളെ റൗണ്ട് ചീർപ്പ്. അതുപോലത്തെ നമ്മളിങ്ങനെ ഈ 3 ഫിംഗേഴ്സ് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് വേണം ഇതുപോലെ നമ്മൾ ബോഡി വാഷ് ചെയ്യാനിട്ടാൽ. സോപ്പ് കൊണ്ട് നമ്മൾ ഇതുമ്മിൽ ഉരക്കുക, എന്നിട്ട് വേണം നമ്മൾ ബോഡി വാഷ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വണ്ണ്. ഇതിൽ 2 കളർ വന്നിട്ടുണ്ട്, ലൈറ്റ് പിങ്കും ഒന്ന് ഡാർക്ക് പിങ്കും. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ യൂസേജ് നമുക്ക് നോക്കിയാലോ. സെക്കൻഡ് വണ്ണ് അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇത് ഞാൻ പൊളിച്ച് നോക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റിൻ്റെ കവറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വൈറ്റ് ആയിട്ടാണെന്ന്. അപ്പോൾ വൈറ്റ് ആയിട്ടാണെങ്കിൽ പോലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് മോൾക്ക് വേണ്ടിയിട്ടൊരു ടോപ്പ് വാങ്ങിയതാട്ടോ. അപ്പോൾ മോളെ സൈസിന് അപ്പം എന്താ, ഒരുവിധ ആളുകളൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്താൽ എങ്ങനെ സൈസ് ഓക്കെ ആവോ, അതുപോലെ ഇട്ട പാകം ഉണ്ടാവും ഉള്ള പേരൻസുകളൊക്കെ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അവളെ സൈസിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ, മുകളിലെ ഹാഫ് പോർഷനിൽ ഇങ്ങനെ വൈറ്റും താഴോട്ട് ബ്ലാക്ക് സീബ്ര ലൈൻ ക്രോസ് ആയിട്ടും അങ്ങനെ വരുന്നിട്ടുള്ള ഒരു ടോപ്പാട്ടോ ഇത്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇമ്മാക്ക് വേണ്ടിയിട്ട് ഫ്ലോർ ക്ലീനറും അതുപോലെ ബാത്റൂം ക്ലീനർ 2 യൂസേജ് നടക്കും ഒരു പ്രൊഡക്റ്റിൽ. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് നോക്കി നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഹാങ്ങിങ് പോട്ടിൽ ഈ ഒരു സാധനം, ഇത് പതാണ് മൊത്തത്തിൽ പദം കേട്ടോ. ബാത്റൂം ക്ലീനറും ആണ്, പിന്നെ നമ്മൾ ഫ്ലോർ ക്ലീനറും ഉണ്ട്. നമ്മൾ തുടക്കണ സമയത്തൊക്കെ ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു പോട്ടമിൽ കാണുന്നത് അതുമെന്ന് ലീക്കായിട്ടുള്ള ഐറ്റം ഉണ്ട്, പക്ഷെ മൂടിക്കും ഇതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി ലാസ്റ്റ് വണ്ണ് ഇതാണ് കേട്ടോ. ഇത് ഞാൻ കൂടുതൽ ആശിച്ച് കിട്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ. വെയിറ്റ് ചെയ്ത് ഇത് പിക്ചറിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ യൂസേജ് എത്രത്തോളമാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ നമ്മളെ മേക്കപ്പ് യൂസസ് ഐറ്റംസുകളൊക്കെ ഉണ്ടാവും, നമ്മളെ ക്ലീനർ, സൺസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക്, അതുപോലെ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ ബോട്ടിൽസ്, സ്പ്രേ ബോട്ടിൽസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്ത്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വലിയ ബോക്സിൽ, ഒരു മീഡിയം സൈസ് ബോക്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കല്ല നമുക്ക്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഹോൾഡ് കീപ്പർ ആകും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. വെറും 100 സംതിങ്, ഇതിനൊക്കെ 100 സംതിങ്ങോ 100ൻ്റെ താഴെയുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഒക്കത്തിനും. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ അതാ കണ്ടോളിട്ടാ, ഇത് കണ്ടില്ല നിങ്ങൾ. ഇതാണ് ഇതിൽ നമുക്ക് ഓരോരോ എന്താ പറയുക ഡക്റ്റുകൾ നമുക്ക് ഓരോരോ സാധനങ്ങൾ വെച്ചിട്ട് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പ്രേ ആയിക്കോട്ടെ, അതുപോലെ സൺസ്ക്രീം ആയിക്കോട്ടെ, എന്ത് വക സാധനങ്ങൾ നമ്മൾ ഈ ഒരു അറകളിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്ത് സെറ്റാക്കിയ ഇത് നിങ്ങൾ കണ്ടോളിട്ടോ. ഇത് കണ്ടാണ് ഞാൻ പേന അങ്ങനത്തെ ഒക്കെ നടുവിലിട്ട്, ബാക്കിയൊക്കെ ഞാൻ ഓരോരോ അറകളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂകളായിട്ട് വരാം.